പ്രിയപ്പെട്ടവരെ, സമാധാനത്തോടെ ജീവിക്കുന്ന കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യർക്കിടയിൽ കലാപം സൃഷ്ടിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയ ഈ വിദ്വാന്റെ ഈ ഫോട്ടോ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഈ ഒരു വീഡിയോ ഇറക്കാൻ വേണ്ടി എത്ര ദിവസം ഇയാൾ പാടുപെട്ടിട്ടുണ്ട്. കാരണം ഈ താടിയൊക്കെ വെച്ച് വളർത്തി ഒരു കോയയാകാൻ വേണ്ടി, ഒരു മുസ്ലിം ആകാൻ വേണ്ടി, അങ്ങനെ അഭിനയിക്കാൻ വേണ്ടി ശ്രമിച്ച് വളരെയധികം പാടുപെട്ട് ക്ഷീണിച്ചു പോയ ഒരു മുഖമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നിട്ടാണ് അദ്ദേഹം മോഡിയെ കൊല്ലാൻ പോകുന്നു എന്ന് പറഞ്ഞ വീഡിയോ ഒക്കെ അവതരിപ്പിക്കുന്നത്. കാരണം ഈ ഒരു താടിയും ഈ ഒരു ഷെയ്പ്പൊക്കെ ഉണ്ടെങ്കിലാണല്ലോ ഒരു മുസ്ലിമാണ് എന്ന് തോന്നിപ്പോവുക. അതുകൊണ്ട് പ്രഥമ ദൃഷ്ട്യ വീഡിയോ വരുമ്പോൾ അങ്ങനെ വിചാരിക്കാൻ വേണ്ടി ആ രീതിയിലുള്ള മുഖഭാവങ്ങളെല്ലാം സൃഷ്ടിച്ചെടുത്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ വീഡിയോ നരേന്ദ്രമോദിയെ അറുത്തുകൊല്ലുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയ ഈ ഒരു സംസാരം, ഇതിന് രണ്ട് ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തേത്, അദ്ദേഹം മോഡിയെ കൊല്ലുന്നു എന്ന് പറഞ്ഞത് ഒരു വാസ്തവമായി അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് മോഡിയെ കൊല്ലാനുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു അമർഷത്തിന്റെ ഭാഗമായി അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയെന്ന് പറയാം. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ആ രീതിയിലാണ് ഇതിനെല്ലാം സംഘികൾ അല്ലെങ്കിൽ RSSകാർ അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധരായ പലരും ഇത് ആഘോഷിച്ചത്. പക്ഷേ അതിലേറെ ഗുരുതരമായ രണ്ടാമത്തെ ഒരു ഘട്ടമാണ് ഇതിനുണ്ടായത്. പക്ഷെ ആ സമയത്ത്, അതായത് നരേന്ദ്രമോദിയെ ഇദ്ദേഹത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കൊല്ലാനോ അല്ലെങ്കിൽ കാണാനോ പോലും നേരിട്ട് കാണാൻ സാധിക്കണമെന്നില്ല. പക്ഷെ അതൊരിക്കലും യാഥാർത്ഥ്യമാവുകയില്ല എന്നറിയാം. എന്നാൽ പോലും ആ ഒരു പ്രസ്താവന വലിയ ഗുരുതരമായ ഒരു പ്രസ്താവന തന്നെയാണ്. പക്ഷെ ഇതിന്റെ രണ്ടാമത്തെ ഘട്ടം അതിലേറെ ഗുരുതരമാണ്. എന്നാൽ അവിടെയാണ് ഇത് ആഘോഷിച്ച ആളുകൾ പിൻവാങ്ങുന്നത്. അതായത് കേസ് ഒന്നുകൂടെ വലുതാണ് എന്ന് വന്നപ്പോൾ അതിൽ നിന്ന് പിന്മാറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അവിടെ പിന്നീട് മുസ്ലിങ്ങളും അതുപോലെ ഇന്ത്യയിൽ സമാധാനം ആഗ്രഹിക്കുന്ന ആളുകളും മാത്രമാണ് ഇതിന്റെ രണ്ടാമത്തെ ഘട്ടങ്ങളിലും ഒന്നാമത്തെ ഘട്ടങ്ങളിലും ഒരുപോലെ എതിർക്കാനുണ്ടായത്. അതായത് നരേന്ദ്രമോദിയെ വധിക്കുക എന്നതിലപ്പുറം ആ ഒരു ഉദ്ദേശമേ ഈ വ്യക്തിക്കില്ല. നേരെ മറിച്ച് ആ ഒരു പ്രസ്താവന ഒരു മുസ്ലിം വ്യക്തി നടത്തിയെന്ന് വരുത്തി തീർത്ത് മുസ്ലിങ്ങൾക്കെതിരെ കലാപം സൃഷ്ടിക്കുക, അതായത് മനഃപൂർവ്വം കലാപം സൃഷ്ടിക്കാനുള്ള ഒരു പദ്ധതിയാണ് ഈ വീഡിയോയിലൂടെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തത്. ആ ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെ കുറെ ആളുകളും ചില ചാനലുകൾ അടക്കം ആഘോഷിച്ചത് എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇങ്ങനെ അദ്ദേഹത്തിന് കേരളത്തിൽ, ഇന്ത്യയിൽ മതങ്ങൾക്കിടയിൽ കലാപം സൃഷ്ടിക്കുക, പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക, സമാധാനം തല്ലിക്കെടുത്തുക എന്നതാണ് ഈ വീഡിയോക്ക് പിന്നിലുള്ള ഉദ്ദേശം എന്ന് വരുമ്പോൾ ഒന്നുകൂടെ ഗുരുതരമായി അദ്ദേഹത്തിനെ എതിർക്കുകയും അദ്ദേഹത്തിന്റെ ഈ നീക്കത്തെ അപലപിക്കുകയും ചെയ്യേണ്ട സാഹചര്യമുണ്ട്. അതേ സമയത്ത് നമ്മളിവിടെ ഇന്ത്യയെ വല്ലാതെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന സ്നേഹികളായ ആളുകൾ, അവരൊക്കെ ഇത്തരം ഒരു ഘട്ടം ഇതിന് ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് തടിയൂരുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം ഒരു മുസ്ലിം അല്ല എന്ന് വന്നതോടുകൂടെ അത്തരം ആളുകളെല്ലാം സ്റ്റേഡിയത്തിൽ നിന്നും കരകയറിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഘട്ടത്തിലാണ് ഇന്ത്യയെ സ്നേഹിക്കുന്ന ഇന്ത്യയിലുള്ള മത സമൂഹങ്ങൾക്കിടയിലുള്ള സ്നേഹവും അതുപോലെ ഇവിടെയുള്ള സമാധാനവും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന നല്ല ഇന്ത്യക്കാരായ ആളുകളെല്ലാം അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരു തലത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രവൃത്തി എത്തിയിരിക്കുന്നത്. പക്ഷെ അവിടെയാണ് യഥാർത്ഥത്തിൽ സംഘികൾ നിലവിളിച്ച് ഓടിയിരിക്കുന്നത് എന്നതാണ് ഇവിടെ ഏറ്റവും വിചിത്രമായ കാര്യം. അതുകൊണ്ട് തന്നെ വീണ്ടും മനസ്സിലാകുന്നു, ഇന്ത്യയെ സ്നേഹിക്കുന്ന ആളുകൾ ആരാണ്, ഇന്ത്യയിൽ സമാധാനം ആഗ്രഹിക്കുന്നത് ആരാണോ അവരാണ് യഥാർത്ഥ ഇന്ത്യയെ, ഭാരതത്തെ സ്നേഹിക്കുന്ന ആളുകൾ. അവരാരാണ് എന്ന് ഇപ്പോൾ വ്യക്തമായി മനസ്സിലായിരിക്കുകയാണ്.